ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ്റെ മഹത്വം വർണ്ണിക്കുന്ന ഒരു കഥയും കൂടെ ഉണ്ട്. അത് ഇപ്രകാരമാണ്. ഒരു ദിവസം ഒരു ഭക്തൻ ഭഗവാന് ഒരു 100 പറ നിവേദ്യം നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിവേദ്യം തയ്യാറാക്കുന്നത് 2 കീഴ്ശാന്തിമാർ കൂടിയിട്ടാണ്. അന്നേ ദിവസം ഒരു കീഴ്ശാന്തി അസുഖബാധിതനായിട്ട് അവധിയിലായിരുന്നു. അപ്പോൾ ഒരാളെ കൊണ്ട് ഈ നേദ്യം ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട്, സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ തന്നെ വിചാരിച്ചത് നടക്കില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ ഈ അവധിക്ക് പോയ തിരുമേനി അസുഖമെല്ലാം കുറഞ്ഞ് ഇവിടെ പാചകപ്പുരയിൽ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിട്ട് ഈ നമ്പൂതിരി കാണുന്നു. അപ്പോൾ ഈ പണികളെല്ലാം ഇവർ രണ്ടുപേരോടെ ചെയ്ത് തീർത്ത് വേഗം ഈ രണ്ടാമത്തെ കീഴ്ശാന്തി അമ്പലക്കുളത്തിൽ രുദ്രതീർത്ഥത്തിൽ പോയിട്ട് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷെ അന്ന് വൈകുന്നേരമായിട്ട് ഈ കുളിക്കാൻ പോയ ആളെ കാണുന്നില്ല. പിറ്റേ ദിവസം രാവിലെയും കാണാതായപ്പം ഇദ്ദേഹത്തെ അന്വേഷിച്ച് ഒരാളെ വീട്ടിലേക്ക് വിടുകയാണ് നമ്പൂതിരി. വീട്ടിലേക്ക് വിട്ടപ്പോഴാണ് തിരിച്ചറിയുന്നത് അന്ന് അവധിക്ക് പോയ നമ്പൂതിരി അസുഖം മൂർച്ഛിച്ച് കിടപ്പിലാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ സഹായിയായിട്ട് വന്നത് ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. ഹരേ